സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടമായ പള്ളുരുത്തി ഇ.കെ. നാരായണൻ സ്ക്വയറിന് മോടി കൂടുന്നു. കാലപ്പഴക്കം മൂലമുള്ള കേടുപാടുകൾ പരിഹരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പള്ളുരുത്തിയുടെ സാംസ്കാരിക കേന്ദ്രമാക്കി ഇ.കെ. നാരായണൻ സ്ക്വയറിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്ന ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് പള്ളുരുത്തിയിലെ സാംസ്കാരിക പ്രവർത്തകരും രംഗത്തുണ്ട്. മുൻ മേയർ ഇ.കെ. നാരായണന്റെ സ്മരണയ്ക്കായി കൊച്ചി നഗരസഭ 21ാം ഡിവിഷനിൽ പുനർനിർമ്മാണം നടക്കുന്ന ഇ.കെ. നാരായണൻ സ്ക്വയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സന്തോഷം രേഖപ്പെടുത്തിയും അഭിപ്രായങ്ങൾ പങ്കുവച്ചും പള്ളുരുത്തിയിലെ സാമൂഹിക സാംസ്കാരിക നായകർ മെട്രോ7 ന്യൂസിനോടൊപ്പം. ചാരുതയോടെ അണിഞ്ഞൊരുങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് പള്ളുരുത്തിയിലെ പ്രശസ്ത സാംസ്കാരിക ഇടങ്ങളിലൊന്നായ 21ാം ഡിവിഷനിലെ ഇ.കെ. നാരായണൻ സ്ക്വയർ. നിരവധി കലാകാരന്മാരുടെ വികാരമായ ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൊച്ചിയിലെ പൊതുവിടങ്ങളിൽ ഇതുപോലെ സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായി വരുന്നത് വളരെ ആവശ്യമാണ് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. CSRനകത്തും അതിനുള്ളൊരു സാധ്യതയുണ്ട്. കൾച്ചറൽ ഹെറിറ്റേജിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യത CSRനകത്തുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ CSRനകത്ത് പരിപൂർണമായിട്ടും കപ്പൽശാലയുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ട്, ഇതിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പരിമിതമായ സൗകര്യത്താൽ വർഷങ്ങളായി ഇവിടെ പരിപാടി അവതരിപ്പിച്ചിരുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും ഇത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹം. കൊച്ചിയിലും പള്ളുരുത്തിയിലുള്ള കലാകാരന്മാർക്ക് കലാപരിപാടികൾക്ക് അവതരിപ്പിക്കാനുള്ള സൗകര്യമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ലൊരു ഹാളില്ല, നല്ലൊരു സ്ഥലമില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കലാപരിപാടികൾ അവതരിച്ച് പോവുകയാണ് ഞങ്ങളൊക്കെ. ഈ ഹാൾ എത്രയും പെട്ടെന്ന് പണി തീർത്ത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സംരക്ഷിക്കണം, അതിനുള്ള പരിപാടി അവതരിപ്പിക്കാനുള്ള സൗകര്യം സൃഷ്ടിച്ചു തരണമെന്നും ഇങ്ങനെ ഇത് ആലോചന കൊണ്ടുവന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. വികസനങ്ങൾ നടക്കുന്നതോടൊപ്പം ഇത് നല്ല രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെന്നും ഇവർ പറഞ്ഞു. ഈ നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കൂടി വേണം. ഷിപ്പ്യാർഡാണ് ഇതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. കരയിൽ വെച്ച് പണിയുന്ന സാധനം വെള്ളത്തിലിറക്കുന്ന ആളുകളാണ് ഷിപ്പ്യാർഡുകാർ. ആ പൈസയാണ് നമുക്ക് അവരുടെ ഒരു സഹായം കൊണ്ടാണ് ചിലക്ക് ഇതിൻ്റെ പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഇത് നിർമ്മിക്കുമ്പോൾ നല്ലതായിട്ടുള്ള ചില ബാത്റൂമുകളും സൗകര്യങ്ങളും, കാര്യം ഷുഗറായിട്ടുള്ളവരൊക്കെ വരും, അവർക്കൊക്കെ ഇവിടെ പ്രോഗ്രാം ഇരുന്ന് കാണണമെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടാതെ സംഘാടകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് പൊതു ശുചിമുറി എന്നത്. അതിനും പരിഹാരമാകാൻ പോകുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദ ഇടമായായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും കൊച്ചി നഗരസഭാ അധികൃതർ അറിയിച്ചതായി സാംസ്കാരിക പ്രവർത്തകർ മെട്രോ7 ന്യൂസിനോട് പങ്കുവച്ചു. ഇതിനൊരു മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെയുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാകണമെന്നാണ് പള്ളുരുത്തിക്കാർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും എനിക്കുള്ള ഒരു അഭ്യർത്ഥന, ഇത് നടത്തുമ്പോൾ ഭിന്നേഷ സൗഹൃദമായ ഇടങ്ങളായിരിക്കണം. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഭിന്നേഷ സൗഹൃദമല്ല. അപ്പോൾ പണിയാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് നമ്മുടെ കൊച്ചി നഗരസഭ പറഞ്ഞിരിക്കുന്നത്. ഭിന്നേഷ സൗഹൃദമാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അതിനെയും വളരെ സ്വാഗതം ചെയ്യുന്നു. ദൃശ്യരൂപ ഭംഗി വരുത്തി നവീകരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. പണി പൂർത്തിയാകുന്നതോടെ ചങ്ങമ്പുഴ പാർക്ക് പോലെ ദിവസവും വ്യത്യസ്തമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യാനാകുമെന്ന സന്തോഷത്തിലാണ് ഇവിടത്തുകാർ. പീറ്റർ ജോസ്, പ്രദീപ് പള്ളുരുത്തി, ഇടക്കൊച്ചി സലീം കുമാർ, സാജൻ പള്ളുരുത്തി, കൊച്ചിൻ വർഗീസ്, രാജീവ് പള്ളുരുത്തി, നാടകാചാര്യൻ KM ധർമ്മൻ, വിപിൻ പള്ളുരുത്തി, കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR ഹെഡ് PN സമ്പത് കുമാർ എന്നിവരാണ് മെട്രോ7 ന്യൂസിനോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഒരു സിംഗിൾ ഓഡിറ്റോറിയം വരുന്നത് ഓപ്പണർ ഓഡിറ്റോറിയം. ഈ ഓപ്പണർ ഓഡിറ്റോറിയം ഞാൻ സാധനമായിട്ട് സംസാരിക്കായിരുന്നു. നമുക്കിവിടെ ഈ കിഴക്കേ സൈഡ് കൂടി ഒന്ന് മറച്ചിട്ട്, ഇവിടെ പ്ലാനിൽ അതില്ല. ഈ തെക്കേ സൈഡിൽ മാത്രം ഒന്ന് മറച്ചിട്ട് ഈ വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ മൈക്കിൽ പിടിക്കും. അപ്പോൾ ഈ കിഴക്കേ സൈഡിൽ മറച്ചു കിട്ടിയാൽ ആ പ്ലാനിൽ മറച്ചു കിട്ടി മാറ്റം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം നമ്മളെ എന്ത് പരിപാടി നടത്തിയാലും അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരാറുണ്ട്. അത് മാത്രമല്ല, പുതിയൊരു നിയമം അനുസരിച്ച് ഈ 10 മണി പ്രശ്നം ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇത് ശരിക്കും കവേർഡ് ആണെങ്കിൽ ഒരു ഗുണമുണ്ട്. നമുക്ക് ഈ 10 മണി എന്നുള്ളതിൻ്റെ കുറച്ചുകൂടി ഒന്ന് കൺസെഷൻ കിട്ടും. 3 ഫേസ് ലൈൻ ഇല്ലാതെയുള്ള കഷ്ടപ്പെടൽ, ഒരു ഗ്രീൻ റൂംസ് കൃത്യമായിട്ടില്ല, ഇരിക്കാനായിട്ടുള്ള ഒരു ഇടവും കാര്യങ്ങളും കസേരയും ഇല്ലാതെ ഒരുപാട് ഫണ്ട് കൊടുക്കേണ്ട ദയനീയ സ്ഥിതി. അതൊക്കെ മാറിക്കൊണ്ട് സാംസ്കാരിക പ്രബുദ്ധമായ ഒരു അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടുന്ന ഈ ഒരുക്കം വന്നൊരുക്കമാണത്. മറ്റൊരു ചങ്ങമ്പുഴയായി ഇ.കെ. നാരായണൻ സ്മാരക കലാമന്ദിരം മാറും എന്ന കാര്യത്തിൽ അഭിമാനമാണ്. ഞങ്ങളുടെ പരിപാടി നിരന്തരം ഇവിടെ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ സാധാരണ കലാകാരന്മാർക്ക് ഇവിടെ പരിപാടി നടത്തുവാനുള്ള ഒരു പ്രത്യേകിച്ച് സാമ്പത്തികമായ ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒട്ടനവധി കളക്ടർക്കും മേയർക്കും ഒക്കെ പരാതികൾ
അഴിച്ച YCC ട്രസ്റ്റും കൊച്ചിൻ സാഹിത്യ അക്കാദമിയും SN ക്ലബ്ബും ഒക്കെ മുന്നേ തന്നെ ഇതൊരു പുനരുദ്ധാരണം നടത്തണം. നല്ല രീതിയിൽ ഇതൊരു ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പോലെ ആക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,